ഇന്റർവ്യൂകളിലും ആദ്യം ചോദിക്കുന്ന ചോദ്യം tell me about family background, marital status. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ വാട്ട് ഈസ് യുവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പൊ അക്കൗണ്ടിങ്, HR, മാർക്കറ്റിംഗ്, വാട്ട് ഈസ് യുവർ അച്ചീവ്മെന്റ്, അക്കംപ്ലിഷ്മെന്റ്, നോളജ്. നിങ്ങൾ ഒരു അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, സെയിൽസിലായിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ലോ ഗ്രാജുവേറ്റ്സ് ആയിക്കോട്ടെ, ഏതൊരു പ്രൊഫഷണൽ ഏതൊരു കയ്യിൽ CV ഉണ്ടായിട്ടും പിന്നെ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു ചോദ്യം? ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്റർവ്യൂ പാസ് ആയിരിക്കും. ഹായ് ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. എൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ലാസ്റ്റ് 2 ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അതിനടിയിൽ വന്നിട്ടുള്ള മാക്സിമം കമന്റ്സിന് ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേഴ്സണലി വന്ന് മെസ്സേജ് ചെയ്തിട്ട് ഡൗട്ട്സ് ചോദിച്ച ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഞാൻ അത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഒന്ന് അടിയിൽ കമന്റ് ചെയ്യണേ. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തന്ന കുട്ടികൾക്ക് അത് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മാത്രമല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ഇപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളും ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട, വേഗം ടോപ്പിക്കിലോട്ട് പോവാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഏതൊരു ഇന്റർവ്യൂവിനും ഒരു 98% ഓഫ് ഇന്റർവ്യൂ നോക്കിക്കഴിഞ്ഞാലും ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ, അതിപ്പോൾ ഒരു ലോ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു BBA MBA കഴിഞ്ഞ അല്ലെങ്കിൽ BSc MSc BCA MC ഏതൊരു കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതൊരു ജോലിയിലോട്ട് കടക്കുകയാണെങ്കിലും നിങ്ങൾ ഏറ്റവും ആദ്യം ഇന്റർവ്യൂവിൽ ഫേസ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. എത്ര പേർക്ക് ഈ ഒരു ചോദ്യത്തിന് നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിക്കാറുണ്ട്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ആക്ച്വലി നമ്മളെ ഈ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുള്ളത്? ഓൾറെഡി നിങ്ങൾ മെയിലൊക്കെ അയച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ CV ഓൾറെഡി അപ്ലോഡ് ചെയ്ത് അവരത് കണ്ട് റിവ്യൂ ചെയ്തതിന് ശേഷമാണ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ നിങ്ങളെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂലേ, ഓൾറെഡി എന്റെ CV ഒക്കെ കണ്ടിട്ടാണല്ലോ ഇവരെന്നെ സെലക്ട് ചെയ്തത്, പിന്നെ എന്തിനാണ് ഈ ഒരു ചോദ്യം? ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതാണ് ഇവിടുത്തെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് നിങ്ങളുടെ അടുത്ത് ഇത്രയും എളുപ്പമായിട്ടുള്ളൊരു ചോദ്യം ഇന്റർവ്യൂവർ ഫസ്റ്റ് തന്നെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ജോലി കിട്ടണം, അതിന് വേണ്ടിയിട്ട് എത്രയും നല്ല രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നെർവസ് ആയിരിക്കുന്ന ആ ഒരു സമയമായിരിക്കും അതിൽ. ആ ഒരു സമയത്ത് ഇത്രയും എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? അല്ലെങ്കിൽ ഒരു ടെൻഷൻ ആയിട്ടുള്ള ഒരു അവസരത്തിൽ നിങ്ങൾ ഒരു സാഹചര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അതാണ് നമ്മളുടെ മുന്നിൽ ഇന്റർവ്യൂ ചെയ്യുന്ന നമ്മുടെ ഇന്റർവ്യൂവർക്ക്, അഥവാ ചിലപ്പോൾ ഒരാളാവാം, അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനൽ ആയിരിക്കും, അല്ലെങ്കിൽ 1-2 ആളുകളെയാണ് ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അത് അറിയണം. അതായത് നമ്മൾ എത്ര നല്ല രീതിയിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യും, അതാണ് അവർക്ക് അറിയേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ പ്രസന്റേഷൻ സ്കിൽ, നിങ്ങളുടെ ഒരു ഫ്ലുവൻസി അല്ലെ, ഇംഗ്ലീഷ് നിങ്ങൾ എത്ര നല്ല രീതിയിൽ നിങ്ങൾക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ഒരു ടീമിലേക്ക് നിങ്ങളെ എടുക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾ ഇതിന് ആൻസർ പറയുമ്പോൾ അവർ മനസ്സിലാക്കി എടുക്കുകയാണ്. അപ്പൊ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പം ഞാനൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിൽ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ ഓരോന്ന് എങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമല്ലോ. ഇപ്പം പക്ഷെ ആ ഒരു ഇത് അല്ലെങ്കിൽ ഇത്തിരി മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു പ്രോസസ്സിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് കേട്ടോ എടുത്ത് പറയുന്നത്. അതായത് ഞാനിപ്പോൾ കുറച്ചായിട്ടൊക്കെ എങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വരുന്നത് എന്നാണ്. കൂടുതലായിട്ടും നിങ്ങൾ പറയാൻ ശ്രമിക്കേണ്ടത്, അതായത് ഈ ജോലിക്ക് അവർക്ക് നിങ്ങളെ സെലക്ട് ചെയ്യാൻ തോന്നണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ടെൽ മീ അബൌട്ട് യുവർ സെൽഫിൽ നിങ്ങൾ നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ അക്കംപ്ലിഷ്മെന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, അല്ലാതെ നിങ്ങൾ ഏജ് അല്ലെങ്കിൽ ഒരു മാരിറ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ഹോബികൾ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
കുറച്ച് ഒഴിവാക്കിയിട്ട് കൂടുതലായിട്ടും നിങ്ങൾക്ക് എന്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, സ്കില്ല്, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, നിങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ നോളജ്പരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ്, അങ്ങനത്തെയൊക്കെ കൂടുതലായിട്ടും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. മാക്സിമം ഈ ടെൽ മീ അബൌട്ട് യുവർ സെൽഫിൽ നിങ്ങളുടെ സ്ട്രെങ്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്റർവ്യൂവറെ ഇംപ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ അവർക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് ഇപ്പം നിങ്ങളുടെ ഏജ് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ഒരുപാട് ഇൻവോൾവ് ചെയ്യാതെ നിങ്ങളുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചിട്ട് പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അക്കംപ്ലിഷ്മെന്റ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല്, നോളജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ചില ഇന്റേൺഷിപ്പുകൾ, കാര്യങ്ങൾ, അങ്ങനെ നിങ്ങൾക്കുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ക്വാളിറ്റികൾ നിങ്ങൾ ഇന്റർവ്യൂയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ നോക്കുക എന്നതാണ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു ചാൻസ് ആണ്, ഒരു അവസരമാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു ചാൻസ് ആണ് ഇത്, അല്ലെ? എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഇന്റർവ്യൂവറുടെ അടുത്ത് പ്രസന്റ് ചെയ്യാൻ സാധിക്കുമോ അത്രയും നല്ല രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോബീസ് ഒക്കെ എടുത്തിട്ട് പറയാൻ പാടില്ല എന്നതല്ല, കൂടുതലായിട്ടും അച്ചീവ്മെന്റ്സ്, അക്കംപ്ലിഷ്മെന്റ്, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ, സ്കിൽ, നോളജ് ഇതൊക്കെ പറയാനായിട്ട് ശ്രമിക്കുക. ബട്ട് നിങ്ങൾക്ക് ഹോബീസ് ഒക്കെ റീഡിങ് അല്ലെങ്കിൽ ലിസണിങ് അങ്ങനത്തെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം നിങ്ങളടുത്ത് ചോദിക്കും, നിങ്ങൾ ഏത് പുസ്തകം വായിച്ചു, എന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ അതിൽ നിന്ന് മേ ബി അവർ വായിച്ചൊരു പുസ്തകമായിരിക്കാം. അപ്പൊ അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം പറയാൻ ഹോബീസിൽ. അല്ലാതെ ഇപ്പം നമ്മൾ നോർമൽ രീതിയിൽ സൈക്ലിംഗ് അല്ലെങ്കിൽ പ്ലേയിങ് ബാഡ്മിന്റൺ അങ്ങനത്തെയൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ലൈക്ക് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒന്നും കൂടുതൽ ഉൾപ്പെടുത്താതെ എപ്പോഴും ആ ടീമിലോട്ട് ഈ കുട്ടിക്ക് എന്തെല്ലാമൊക്കെയോ കഴിവുകളുണ്ട്, ഈ കുട്ടി ഈ ടീമിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിന് അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും, നമുക്ക് അതുകൊണ്ട് വെറും നേട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നത് ഇന്റർവ്യൂവറെ ധരിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫിൽ എപ്പോഴും ഇൻവോൾവ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഓവറായിട്ട് ഏജ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, മാരിറ്റൽ സ്റ്റാറ്റസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ചുരുക്കിയിട്ട് മാക്സിമം ആ ടീമിലോട്ട് നിങ്ങളെ എടുക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടോ ആ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾ ഒരു 2 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റിൽ നിങ്ങൾ പറഞ്ഞ് ബലിപ്പിച്ച് അവർക്ക് ഒരു ഇംപ്രഷൻ, അതായത് അവരെ ഇംപ്രസ് ചെയ്യുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ, അതായത് ഒരു ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ അത് പറയണം എന്നുള്ളതിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നിങ്ങളൊരു ഇന്റർവ്യൂ ആദ്യം നിങ്ങൾ മനസ്സിൽ കാണുക, നിങ്ങൾക്ക് ഇന്ന് ഇന്റർവ്യൂ ഡേ ആണ്. അപ്പോൾ നിങ്ങൾ മൈൻഡിൽ അതൊന്നും ഇങ്ങനെ കണ്ടു നോക്കൂ. അതായത് നിങ്ങൾ ഇന്റർവ്യൂ എവിടെയാണോ കണ്ടക്ട് ചെയ്യുന്നത് അവിടെ നിങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഡോറ് തുറന്ന് അവിടെ ഇന്റർവ്യൂവർ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന സാറോ മാമോ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അവരെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം പോയിട്ട് ആ സീറ്റിലോട്ട് കയറി ഇരിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഒരിക്കലും അല്ലേ. അവരെ ഗ്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗ്രീറ്റിംഗ് ആണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഏതാണോ സമയം, ഇപ്പം മോർണിംഗ് ടൈം ആണെങ്കിൽ നിങ്ങൾ ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ ഒരു ആഫ്റ്റർനൂൺ, അല്ലെ, ഒരു ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഒരു ഗുഡ് ആഫ്റ്റർനൂൺ. അഥവാ വൈകുന്നേരം സമയങ്ങളിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ഗുഡ് ഈവനിങ്. അപ്പൊ എന്താ പറയേണ്ടത്? ഒന്നില്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സർ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മാം, ഓർ ഗുഡ് ആഫ്റ്റർനൂൺ സർ, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് സർ. അപ്പൊ അത് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആദ്യം തുടങ്ങാൻ. ഓക്കെ, അപ്പൊ ആദ്യം ഗ്രീറ്റ് ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് അത്. ഇനി രണ്ടാമത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു അവസരം തന്നതിന് നിങ്ങൾ അവരുടെ അടുത്ത് എന്ത് പറയണം? നിങ്ങൾ അവരുടെ അടുത്ത് താങ്ക്സ് പറയണം, അല്ലെ? അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, thank you very much for considering my job application and giving me the opportunity to be interviewed for this position today. അതായത് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്, അതായത് ഇങ്ങനെ ഇന്റർവ്യൂവറുടെ മുന്നിൽ വന്ന് നിന്നിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യല്ല അവര്, അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തന്നതിന് നിങ്ങൾ ആദ്യമായിട്ട് അവരുടെ അടുത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഇതാണ് നിങ്ങൾ സെക്കൻഡ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നിങ്ങൾ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുകയാണ്, അല്ലെ? അപ്പൊ നമ്മൾ എന്താണ് ആദ്യം പറയേണ്ടത്? നമ്മുടെ നെയിം, അതായത് എന്താണ് നമ്മളുടെ പേര്. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മൾ അവിടെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്? നോക്കാം. മൈ നെയിം ഈസ് അഞ്ജന IS.
എന്താണ്, എൻ്റെ പേര് അഞ്ജന IS അല്ലെങ്കിൽ ഐ ആം അഞ്ജന IS. ഈ രീതിയിലാണ് നിങ്ങൾ ആദ്യം പേര് പറഞ്ഞു തുടങ്ങേണ്ടത്. ഒരു കാരണവശാലും നിങ്ങൾ മൈസെൽഫ് അഞ്ജന അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ മൈസെൽഫ് അഞ്ജന IS അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം മൈസെൽഫ് ഒരു റിഫ്ലക്സീവ് പ്രൊനൗൺ ആണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫിൽ നമുക്ക് ഒരിക്കലും ഇത് പറയാൻ പാടാത്തതാണ്. ആക്ച്വലി ഞാനും ഇത് ഒരു കാലം വരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ലോ സബ്ജക്ട്സ് അല്ലാതെ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു, നമ്മുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ആ മാം വന്നിട്ട് ആദ്യത്തെ ഒരു ദിവസം നമ്മളോട് എല്ലാവരോടും ഈ പറഞ്ഞ പോലെ സ്കൂളൊക്കെ പറയാറില്ലേ, നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് തന്നെ പറയാൻ ഒന്നൊരു ഇൻട്രൊഡക്ഷൻ നടത്താൻ. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഒരു 3rd 4th ബെഞ്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് കുട്ടി അന്ന് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് അവളുടെ പേര് പറഞ്ഞു. അപ്പം ആ മാം അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പം മൈസെൽഫ് എന്നുള്ളത് തെറ്റാണ്. ഒരു കാരണവശാലും മൈസെൽഫ് അഞ്ജന ആ രീതിയിൽ പറയാൻ പാടില്ല. എന്തേ പറയാൻ പാടുള്ളൂ, മൈ നെയിം ഈസ് അഞ്ജന അല്ലെങ്കിൽ ഐ ആം അഞ്ജന. ഇത് രണ്ടാമത്തെ നമ്മൾ എന്താണ് പറയേണ്ടത്, പ്ലേസ്. അതായത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ UAE താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്ലേസ് പറയുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്, ഐ ആം ഫ്രം ഇന്ത്യ. ഞാൻ എന്താണ് പറയേണ്ടത്, ഐ ആം ഫ്രം ഇന്ത്യ. എന്തുകൊണ്ടാണ് ഞാൻ ഐ ആം ഫ്രം ഇന്ത്യ എന്ന് പറയാനുള്ള കാരണം ഞാൻ ഔട്ട് ഓഫ് കൺട്രിയാണ്. കാരണം ഞാൻ ഇന്ത്യ വിട്ട് പുറത്താണ് നിൽക്കുന്നത് അല്ലേ. ഇതിന് പകരം ഞാൻ ഇന്ത്യയുടെ ഉള്ളിലാണ് എന്ന് വിചാരിക്കുക. ഇന്ത്യയുടെ ഉള്ളിലാണ്, പക്ഷേ ഞാൻ കേരളത്തിന് പുറത്താണ്. അതായത് നിങ്ങൾ കേരളത്തിന് പുറത്ത് ആന്ധ്രാപ്രദേശ്, കർണാടക എവിടെയെങ്കിലുമൊക്കെയാണ് നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കേരളത്തിന്റെ ഉള്ളിലല്ല, കേരളത്തിന്റെ പുറത്താണ്, എന്നാൽ നിങ്ങൾ ഇന്ത്യയുടെ ഉള്ളിലാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ പറയുക, ഐ ആം ഫ്രം കേരള. എന്താണ്, ഐ ആം ഫ്രം കേരള. നിങ്ങൾ കേരളത്തിൽ നിന്നാണ് വരുന്നത്. ഇനി നിങ്ങൾ വിചാരിക്കാം നിങ്ങൾ കേരളത്തിന്റെ ഉള്ളിലാണ് അല്ലെ, കേരളത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഓഫീസിലൊക്കെയാണ് നിങ്ങളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത്, അപ്പൊ നിങ്ങൾ ഡിസ്ട്രിക്റ്റ് ആണ് പറയേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ മലപ്പുറമാണ്. അപ്പൊ എങ്ങനെ പറയാ, ഐ ആം ഫ്രം മലപ്പുറം. നിങ്ങളിപ്പോ പാലക്കാട് ആണെങ്കിൽ ഐ ആം ഫ്രം പാലക്കാട്, അല്ലെങ്കിൽ ഐ ആം ഫ്രം തൃശ്ശൂർ, ഐ ആം ഫ്രം കാലിക്കറ്റ്, ഐ ആം ഫ്രം കണ്ണൂർ. അപ്പൊ ഏതാണോ ഡിസ്ട്രിക്ട്, ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണോ നിങ്ങൾ വരുന്നത്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ പേര് പറയാം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് നിന്നിട്ടാണ് ഒരു ഇന്റർവ്യൂ, UK USA അല്ലെങ്കിൽ UAE ഒക്കെ ആണ് നിങ്ങളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഐ ആം ഫ്രം കേരള, ഫ്രം മലപ്പുറം ഡിസ്ട്രിക്ട് അങ്ങനെയൊന്നും നിങ്ങൾ പറയാൻ പാടില്ല. എന്താണ് പറയാൻ പാടുള്ളൂ, ഐ ആം ഫ്രം ഇന്ത്യ. നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് പറയേണ്ടത്. അഥവാ നിങ്ങൾ കേരളത്തിന് പുറത്താണ്, ഇന്ത്യയുടെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾ എന്താണ് പറയേണ്ടത്, ഐ ആം ഫ്രം കേരള. കേരളത്തിന് പുറത്താണെങ്കിൽ പക്ഷേ നിങ്ങൾ ഇന്ത്യയുടെ ഉള്ളിലാണ്. അപ്പൊ ഐ എം ഫ്രം കേരള. കേരളത്തിന്റെ ഉള്ളിലാണ് നിങ്ങളെങ്കിൽ ഡിസ്ട്രിക്റ്റിന്റെ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത് അത് പറയാം. അപ്പൊ ഇതാണ് നിങ്ങൾ പ്ലേസ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് വളരെ എളുപ്പമാണ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കാട്ടോ. ഇത് പലർക്കും അറിയാത്തത് കൂടിയാണ് കേട്ടോ. പലവരും ഇപ്പൊ എബ്രോഡൊക്കെ ഉള്ള അല്ലെങ്കിൽ പുറത്തൊക്കെയുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഞാൻ എന്താ പറയുക, ഐ എം ഫ്രം ഇന്ത്യ, ഐ എം ഫ്രം കേരള, ഐ എം ഫ്രം, അത് ഇങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ പ്ലേസ് പറഞ്ഞു അല്ലെ, നെയിം പറഞ്ഞു, പ്ലേസ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, അതായത് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ പഠിച്ചിറങ്ങിയത് ഏതാണോ അത് നിങ്ങൾ പറയാൻ നോക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ BCom വരെയാണ് പഠിച്ചതെങ്കിൽ BCom ഡിഗ്രിയുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ MCom ആണ് ലാസ്റ്റ്, PG പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാർ MCom MBA അല്ലെങ്കിൽ MCA MSc ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതാണ് പറയേണ്ടത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്, ജസ്റ്റ് ലുക്ക്, ഐ ഹോൾഡ് എ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് ഡിഗ്രി ഫ്രം ABC യൂണിവേഴ്സിറ്റി. ഇപ്പൊ ഈ എഴുതി കാണുന്ന പോലെ ഐ ഹോൾഡ് എ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് ഡിഗ്രി ഫ്രം ABC യൂണിവേഴ്സിറ്റി. ഇനി ഇതിന് പകരം BCom ആണെങ്കിൽ നിങ്ങൾ BCom എന്ന് ചേർക്കുക, BSc ആണെങ്കിൽ അത് ചേർക്കുക, BCA ആണെങ്കിൽ അത് ചേർക്കുക. ഏതാണോ നിങ്ങൾ പഠിച്ചത് അത് ഇവിടെ ചേർക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ കറന്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു 3-4 വർഷമൊക്കെ ആയിട്ട് ഒരു അക്കൗണ്ടന്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു HR മാനേജർ ആയിട്ട് ഓൾറെഡി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ HR ഏതെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക്
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു ജോബിലോട്ട്, കുറച്ചുകൂടി നല്ല സാലറി ഒക്കെ ഉള്ള ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പറയുക? അതായത് നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അതാണ് നിങ്ങൾ അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് അല്ലേ. നിങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ്, അതായത് അതിന് വളരെ പ്രാധാന്യമുണ്ട്. എവിടെ ഏതൊരു ജോബിലാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് ജോബ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസും അതേപോലെ തന്നെ കറന്റ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് എങ്ങനെ പറയാൻ നോക്കാം. ഐ എം കറന്റ്ലി ദ HR മാനേജർ അറ്റ് ABC company. I have over 6 years of experience in the human resources field. അങ്ങനെയാണ് പറയേണ്ടത്. അല്ലെങ്കിൽ ഐ കറന്റ്ലി സെർവ് ആസ് ദ HR മാനേജർ അറ്റ് ABC company. I possess over 6 years of experience in human resources management. ഈ രണ്ട് രീതിയിൽ പറയാം. ഇനിയിപ്പോൾ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയാ? ഐ എം എൻ അക്കൗണ്ടന്റ് അറ്റ് ABC company. എന്നിട്ട് ഐ ഹാവ് ഓവർ 6 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടിങ്. അതായത് നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ, ഏത് ജോലിയാണോ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ജോലി പറയുക, അതിലത്തെ എക്സ്പീരിയൻസ് പറയുക. അപ്പം ഞാനിവിടെ ഈ കൊടുത്തിട്ടുള്ള ഈ സെൻറ്റൻസുകൾ നിങ്ങളുടെ ജോബ് ഏതാണോ അത് ആക്കി മാറ്റിയാൽ മതി. ഇപ്പം നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷനിലുള്ളവരായിരിക്കാം. അപ്പം ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ആ രീതിയിലോട്ട് അത് മാറ്റുക എന്നത് ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ കറന്റ് വർക്കിംഗ് ആണ് എന്നത് നമ്മൾ പറയുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റിലോട്ട് നമുക്ക് പോകാം. ഇനിയിപ്പോ നിങ്ങൾ കറന്റ്ലി ജോലി ചെയ്യല്ല, നിങ്ങളിപ്പോ കറന്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളാണ് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്? ജസ്റ്റ് ഒന്ന് നോക്കൂ. ഐ ആം കറന്റ്ലി പെർസ്യൂയിങ് മൈ BCom അറ്റ് ABC കോളേജ്. എന്താണ്? ഐ ആം കറന്റ്ലി പെർസ്യൂയിങ് മൈ BCom അറ്റ് ABC കോളേജ്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റോ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കുക. ഐ ഹാവ് കംപ്ലീറ്റഡ് എ 3-month കോഴ്സ് ഇൻ എന്ത് കോഴ്സിലാണോ നിങ്ങൾ 3 months ആയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കോഴ്സിന്റെ പേര് നിങ്ങൾ അവിടെ ഏത് കോഴ്സാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ആ കോഴ്സ് നിങ്ങൾ അവിടെ ആ ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഐ ഹാവ് ഓൾസോ കംപ്ലീറ്റഡ് എ ഓൺലൈൻ കോഴ്സ്, ആ ഡാഷിന്റെ അവിടെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫ്രം ഡാഷ്, അതായത് ഏത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അത് കൊടുക്കുക. കോംപ്ലിമെന്റിങ് മൈ ഡിഗ്രി വിത്ത് അഡ്വാൻസ്ഡ് പ്രോഗ്രാമിംഗ് സ്കിൽസ്, അങ്ങനെയും പറയാം. ഇനി വേറൊരു രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ടു എൻഹാൻസ് മൈ സ്കിൽസ് ഐ ഹാവ് കംപ്ലീറ്റഡ് ആൻ ഓൺലൈൻ. ആ സ്പേസ് വിട്ട സ്ഥലത്ത് ഏത് കോഴ്സാണോ നിങ്ങൾ ചെയ്ത് കോഴ്സിൻ്റെ പേര് കൊടുക്കുക. കോഴ്സ് ഫ്രം അടുത്ത സ്പേസിൽ നിങ്ങൾ എവിടെ നിന്നാണോ പഠിച്ചത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് കൊടുക്കുക. ഇൻ അഡീഷൻ ടു മൈ ഡിഗ്രി. അപ്പോൾ ഇത്രയും വേറെ വേറെ സെൻറ്റൻസുകൾ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീസ് പറയാം. ഹോബീസ് എങ്ങനെയാണ് നിങ്ങൾ പറയാൻ പോകുന്നത്? ഇങ്ങനെ വേണം ഹോബീസ് പറയാനായിട്ട്. മൈ ഹോബീസ് ഇൻക്ലൂഡ് റീഡിങ്, ട്രാവലിംഗ്, പെയിന്റിംഗ് ആൻഡ് പ്ലേയിങ് മ്യൂസിക്. ഇത് ഒരു രീതിയിൽ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഐ എൻജോയ് റീഡിങ്, ഹൈക്കിംഗ് ആൻഡ് ട്രൈയിങ് ഔട്ട് ന്യൂ റെസിപ്പീസ് ഇൻ മൈ സ്പെയർ ടൈം. ഈ രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് ഏജ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ഇപ്പൊ ഫാമിലിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഫാമിലിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾ പറയാ ഐ കം ഫ്രം എ ഫാമിലി ഓഫ് 4. എന്താണ്? 4 ആൾക്കാർ അടങ്ങുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ അത്രയും പറഞ്ഞിട്ട് ചുരുക്കുക. ഇനി അല്ല നിങ്ങൾക്ക് കൂടുതൽ പറയണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, അതായത് കൂടുതലായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടണം എന്ന് അത്രയും നിർബന്ധമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇന്റർവ്യൂവറെ ഇംപ്രസ് ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രെങ്ത്, അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഇന്നതിൽ ഞാൻ ഇന്ന ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഇത് പറയുകയാണെങ്കിൽ ഓക്കെ, ആ കുട്ടി പഠിത്തത്തിനൊപ്പം ഈ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്, ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹവും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു അറിവും കൂടി കൂടുതലുള്ള കുട്ടിയാണ്. നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് നിങ്ങൾ എടുത്ത് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ജോബിന്റെ കാര്യം പറയുമ്പോഴും നിങ്ങൾ ഇപ്പൊ അക്കൗണ്ടിങ് ആണെങ്കിലും അല്ലെങ്കിൽ HR-ലാണെങ്കിലും ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ എപ്പോഴും അച്ചീവ്മെന്റ്സ്, അക്കംപ്ലിഷ്മെന്റ്സ് ഒക്കെ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറച്ചധികം കൂടുതലാണ്. അപ്പൊ നിങ്ങൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് എപ്പോഴും ട്രൈ ടു ഹൈലൈറ്റ് യുവർ യുണീക്ക് സ്ട്രെങ്ത്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് എപ്പോഴും, അല്ലെ, നിങ്ങൾ എന്താണെന്ന് കാണിക്കാൻ പറ്റിയ വേറൊരു ഇതാണ്. അപ്പൊ നിങ്ങൾ അത് വളരെ നല്ല രീതിയിൽ പറയാം. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് എന്താണെന്ന് പറയാൻ പറ്റും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാം. ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തു എന്ന് മാത്രം. ഇത്രയൊക്കെയാണ്
എന്തൊക്കെയാണ് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനമായി ശ്രദ്ധിച്ച് പറയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതും കൂടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട്, നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അപ്പോൾ ഇപ്പം അത് സ്ക്രീനിൽ കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് കൂട്ടി നല്ലൊരു ഇൻട്രൊഡക്ഷൻ, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് ആര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാനായിട്ടുള്ളതാണ്. അപ്പം എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന 4 ജോലികൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അത്ര ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് നിങ്ങളടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാളേക്ക് വേണ്ടി ചിലപ്പോൾ ഇന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരാവാം, നിങ്ങൾ എന്തായാലും ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പം അക്കൗണ്ടിങ്, HR, മാർക്കറ്റിംഗ്, സെയിൽസ്, ഈ 4 കാറ്റഗറി, ഈ 4 വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഇത് ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഇവിടെ ആദ്യം അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അടുത്ത ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ നാളെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ, ഇന്ന് പോവുകയാണെങ്കിൽ, അപ്പൊ എപ്പോഴായാലും നിങ്ങൾക്ക് അതൊരു ഉപകാരപ്രദമായിക്കോട്ടെ. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പോയിട്ട് പ്രസന്റ് ചെയ്യാം. നെക്സ്റ്റ് സെക്കൻഡ് ഹ്യൂമൻ റിസോഴ്സസിന്റെ ആളുകൾക്കുള്ളതാണ്. അപ്പൊ നിങ്ങളും അത് സ്ക്രീൻഷോട്ട് എടുത്തോളുക. നെക്സ്റ്റ് തേർഡ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ളവരാണെങ്കിൽ ഈ ഇൻട്രൊഡക്ഷൻ ഈ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചിട്ട് പോകാം. നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ലാസ്റ്റ് വൺ, ഫോർത്ത് വൺ, സെയിൽസിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തുക. ഏതാണോ ടോപ്പിക്ക് കൊടുക്കേണ്ടത് ആ ടോപ്പിക്ക് നിങ്ങൾ അവിടെ ഒന്ന് ചേർക്കുക എന്നുള്ളതാണ്. അല്ല നിങ്ങൾക്ക് ഇത് മതി എന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അതേപോലെ ഈ ഒരു രീതി തന്നെയാണ് നിങ്ങൾക്കും പേഴ്സണലി ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ അതേപോലെ പറയാം. അപ്പം ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എല്ലാവരും വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുക കേട്ടോ. ഇനി ഒരിക്കലും ടെൽ മീ അബൌട്ട് യുവർ സെൽഫും ഒരു ഇന്റർവ്യൂവറുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റാതിരിക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ആർക്കും വരാൻ പാടില്ല. അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും അപ്പൊ എൻ്റെ വീഡിയോ കണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഇന്റർവ്യൂ പാസ്സാവാൻ സാധിക്കട്ടെ, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, അങ്ങനെയാണെങ്കിലും മറക്കല്ലേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോഴും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും എനിക്ക് അറിയാം, പക്ഷെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട്, അതായത് ഇന്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് പറഞ്ഞുതരാം. വൈ ഡു യു ഹാവ് എ കരിയർ ഗ്യാപ്പ്? അങ്ങനത്തെ ചില ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസും അതുപോലെ അതിന് നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഇന്റർവ്യൂവറെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയ ആൻസേഴ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.